നമസ്കാരം. കൃഷി ദർശൻ തത്സമയ ഫോൺ ഇൻ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. കന്നുകാലി വളർത്തൽ വളരെ ലാഭകരമായി മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒട്ടനവധി കർഷകരെ നമുക്ക് പരിചയമുണ്ട്. പരിമിതികളേറെ പറയപ്പെടുന്നുണ്ടെങ്കിലും ഈ രംഗത്ത് വിജയിച്ച കർഷകർ ധാരാളമുണ്ട്. എന്നിരുന്നാലും ആകസ്മികമായി അവരുടെ കന്നുകാലികൾക്കുണ്ടാകുന്ന രോഗങ്ങളും അതുമൂലമുണ്ടാകുന്ന സാമ്പത്തിക നഷ്ടങ്ങളും പലപ്പോഴും പല കർഷകരെയും കടക്കെണിയിൽ എത്തിക്കുന്നതും നമ്മൾ കാണുന്നുണ്ട്. കന്നുകാലി രോഗങ്ങളും അവയുടെ നിവാരണ മാർഗങ്ങളും എന്നതാണ് ഇന്ന് കൃഷിദർശൻ ചർച്ച ചെയ്യുന്ന വിഷയം. നമ്മുടെ അതിഥി കേരള കാർഷിക സർവകലാശാലയുടെ വെറ്റനറി വിഭാഗത്തിന്റെ തലവനായി റിട്ടയർ ചെയ്ത പ്രൊഫസർ ഡോക്ടർ ആർ വിജയനാണ്. മൃഗചികിത്സാ രംഗത്തും വളരെ അഗ്രഗണ്യനായി പ്രവർത്തിക്കുന്ന വിജയൻ സാറിനെ കൃഷിദർശൻ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സാർ, വളരെ കാലമായിട്ട് അധ്യയനത്തോടൊപ്പം തന്നെ മൃഗചികിത്സാ രംഗത്തും സാർ സജീവമാണെന്ന് ഞങ്ങൾക്കറിയാം. എന്തൊക്കെ രോഗങ്ങളാണ്, പ്രത്യേകിച്ചും നമുക്കറിയാം ഈ ഉൽപാദന വർധനവ് കൂടിയ പശുക്കൾ വന്നതോടുകൂടി കർഷകർക്ക് രോഗങ്ങൾ ഒരു തലവേദനയാകുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് അതിൻ്റെ കൂടുതൽ എണ്ണം കാണുന്നുണ്ടോ, അതിൻ്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, ഒന്ന് ആമുഖമായി അതൊന്ന് പറഞ്ഞിട്ട് നമുക്ക് മുൻപോട്ട് പോകാം. നമ്മുടെ സംസ്ഥാനത്ത് കന്നുകാലികളുടെ എണ്ണം കുറയുകയാണ്, പക്ഷെ പാൽ ഉൽപാദനം കൂടുന്നുണ്ട്. അതെ, അത് സൂചിപ്പിക്കുന്നത് നമ്മുടെ ക്ഷീരകർഷകരുടെ കൈവശമുള്ള പശുക്കൾ ഉൽപാദനശേഷി കൂടിയതാണ്. ഈ ഉൽപാദനശേഷി കൂടിയ പശുക്കളെ കൃത്യസമയത്ത് ആഹാരവും വെള്ളവും കൊടുക്കുകയും മറ്റ് പരിപാലന ക്രമങ്ങളും നടത്തിയില്ല എന്നുണ്ടെങ്കിൽ അതിന് രോഗങ്ങളുണ്ടാകും. അപ്പോൾ കൃത്യമായിട്ടുള്ള സമയത്ത് ആഹാരങ്ങൾ കൊടുക്കുക എന്ന് പറയുമ്പോൾ, ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു 20-25 ലിറ്റർ കറക്കുന്ന ഒരു പശുവിൻ്റെ 20 ലിറ്റർ പാല് കറന്നു കഴിയുമ്പോൾ അതിൻ്റെ ശരീരത്തിൽ നിന്ന് അത്രയും ഗ്ലൂക്കോസ്, പ്രോട്ടീൻ, ധാതു ലവണങ്ങളെല്ലാം നഷ്ടപ്പെടുകയാണ്. അത് കൃത്യസമയത്ത് നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അസുഖങ്ങളുണ്ടാകും. പക്ഷേ ശാസ്ത്രീയ തീറ്റക്രമവും പരിപാലനത്തിന്റെ കുറവാണ്. അതായത് നമ്മുടെ സംസ്ഥാനത്ത് ഏതാണ്ട് 95% സങ്കരയിനം പശുക്കളാണ്. ഈ സങ്കരയിനം പശുക്കൾ ഉൽപാദനശേഷി കൂടിയതാണ്. അതിനെ വേണ്ട രീതിയിൽ പരിഹരിച്ചില്ല എന്നുണ്ടെങ്കിൽ പലപ്പോഴും അത് അസുഖങ്ങൾക്ക് കാരണമാകാറുണ്ട്. പിന്നെ കാലാവസ്ഥയുമായിട്ട് അതിന് ചേർന്ന് പോകാൻ പറ്റാതിരിക്കുക, ഭൗതികമായ സൗകര്യങ്ങൾ അതിന് കൊടുക്കാതെ, വെയിലിൽ നിന്നായിരുന്നാലും മഴയിൽ നിന്നായിരുന്നുള്ള സംരക്ഷണം, ഇതെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അസുഖങ്ങൾ കുറയും. എന്നിരുന്നാലും നമുക്കറിയാം, ഇപ്പം കൊമേഴ്സ്യൽ, അതായത് ഒരു 10-ലധികം പശുക്കളെ, 100 വരെയുള്ള പശുക്കളുള്ള ഫാമുകൾ ധാരാളം നമ്മുടെ സംസ്ഥാനത്ത് അങ്ങോളം ഇങ്ങോളം വന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ നമ്മുടെ പരമ്പരാഗതമായി 1-2 കന്നുകാലികളെ ജീവിതമാർഗത്തിനായി വളർത്തുന്ന കർഷകരും ധാരാളമുണ്ട്. അപ്പം ഇവരുടെ ഈ വളർത്തൽ രീതികളിൽ അല്ലെങ്കിൽ അസുഖങ്ങളുടെ വരുന്നതിന്റെ ഒരു രീതിയിൽ വ്യത്യാസമുണ്ടോ? അല്ല, ഈ രംഗത്ത് നടന്ന പഠനങ്ങൾ കൃത്യമായി സൂചിപ്പിക്കുന്നത് ഏതാണ്ട് നമ്മളെ സംസ്ഥാനത്ത് കന്നുകാലി വളർത്തുന്ന ആളുകളെ 3ആയിട്ട് തിരിക്കാം. ഒരു 2-3 പശുക്കളെ വളർത്തുന്നവർ, 5-10 പശുക്കളെ വളർത്തുന്നവർ, അതിൽ കൂടുതലുള്ള വളർത്തുന്നവർ. ഈ 2-3 പശുക്കളെ വളർത്തുന്നവർക്കാണ് എപ്പോഴും അസുഖങ്ങൾ കൂടുതലായിട്ട് വരുന്നത്. പക്ഷേ അവർക്കാണ് ഈ സാമ്പത്തിക നഷ്ടം താങ്ങാൻ പ്രയാസം, ബുദ്ധിമുട്ടും ഉണ്ടാകുന്നത് അവർക്കാണ് നഷ്ടവും വരുന്നത്. അതുപോലെ അതിന്റെ പ്രധാന കാരണമായിട്ട് സൂചിക്കുന്നത് വെച്ചാൽ 20-25 പശുക്കളെ വളർത്തുന്ന ഒരു ഡയറി ഫാമിലാണെങ്കിൽ കൃത്യസമയത്ത് തീറ്റ കൊടുക്കും. അതിന് കുടിക്കാൻ എപ്പോഴും വെള്ളം ഉണ്ടായിരിക്കും. പച്ചപ്പുല്ലും മറ്റ് ആഹാര വസ്തുക്കളും എല്ലാം അതിന് കണക്കാക്കിയിട്ടുള്ളത് കൃത്യമായിട്ട് കൊണ്ടുവരുന്നുണ്ട്. പക്ഷേ 2-3 പശുക്കളെ വളർത്തുന്നവരാകുമ്പോൾ കറവ സമയത്തിന് വ്യത്യാസം വരുന്നുണ്ട്, തീറ്റയും വെള്ളം കൊടുക്കുന്ന സമയത്തിന് വ്യത്യാസം വരുന്നുണ്ട്. അതുപോലെ തന്നെ അന്നത്തെ വേണ്ട പച്ചപ്പുല്ലും വൈക്കോലും ഒക്കെ അന്ന് സംഘടിപ്പിച്ച് കൊണ്ടുവരും. അത് ചിലപ്പോൾ അളവിൽ കുറവാണെങ്കിൽ അതും അസുഖങ്ങളിലേക്ക് വഴിതെളിക്കുന്നുണ്ട്. ഒരു പക്ഷേ ഇതിനെക്കുറിച്ചുള്ള കുറച്ചുകൂടിയുള്ള ശാസ്ത്രീയ അറിവ് ഈ കൂട്ടർക്കെല്ലാം ലഭിക്കുന്നത് ഉണ്ടെങ്കിൽ തന്നെയും പലപ്പോഴും അവർക്ക് ചെയ്യാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകാം. എന്നിരുന്നാലും നമുക്ക് ഈ രോഗങ്ങളെ ഒന്ന് തരംതിരിക്കുമ്പോൾ പല രീതിയിൽ സാറ് പറഞ്ഞതുപോലെ തന്നെ തീറ്റയുടെ കുറവ് കൊണ്ട് അല്ലെങ്കിൽ അതിന്റെ ഡെഫിഷ്യൻസി കൊണ്ടും ഒക്കെ രോഗങ്ങൾ വരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കുന്നതും കർഷകർക്ക് ഏറ്റവും തലവേദന ഉണ്ടാക്കുന്ന രോഗങ്ങളെ നമുക്ക് ആദ്യം ഒന്ന് കൂടുതൽ ചർച്ച ചെയ്യാം. അങ്ങനെ പറയുമ്പോൾ സാറ് ഏത് ആയിരിക്കും? ഏറ്റവും കൂടുതൽ ക്ഷീരകർഷകരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാകുന്ന അകിടുവീക്കമാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകുന്നത്. ഈ അകിടുരോഗം തന്നെ നമുക്ക് 2 തരത്തിലുണ്ട്. ഇപ്പോൾ പ്രകടമായ അകിടുരോഗവും പ്രകടമല്ലാത്ത അകിടുരോഗവും. പ്രകടമായ അകിടുരോഗം എന്ന് പറയുമ്പോൾ ക്ഷീരകർഷകന് എളുപ്പത്തിൽ അറിയാൻ പറ്റുന്ന ലക്ഷണങ്ങളിൽ നിന്ന് അത് തന്നെ ഒരു 2-3 തരത്തിലുണ്ട്. ചില പാലിന് മാത്രം വ്യത്യാസം കാണും, ചിലപ്പോൾ വളരെ ലഘുവായിട്ടുള്ളത്. ഇടത്തരം എന്ന് പറയുമ്പോൾ പാലിലും വ്യത്യാസം കാണും, അകിടിലും വ്യത്യാസം കാണും.
തീവ്രമായ അകിട് രോഗം എന്ന് പറയുമ്പോൾ പാലിലും വ്യത്യാസം ഉണ്ടാകും, അകിടിലും വ്യത്യാസം ഉണ്ടാകും, പശു തീറ്റയും വെള്ളവും കുടിക്കുന്നുണ്ടാകും, ഒരുപക്ഷെ മരണം വരെ സംഭവിച്ചേക്കും. ഈ തീവ്രമായ അകിട് രോഗം വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ലഘുവായി കാണുന്നത് കുറച്ച് കഴിയുമ്പോൾ തീവ്രമായിട്ട് മാറാൻ സാധ്യതയുണ്ട്. തീവ്രമായ അകിട് രോഗത്തിന്റെ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ രോഗാണുക്കളാണ് ഇത് പ്രധാനമായിട്ടുണ്ടാകുന്നത്. ബാക്ടീരിയകളാണ് കൂടുതലായിട്ടുണ്ടാകുന്നത്. വൈറസും ഫംഗസും കൊണ്ടുള്ള അകിട് രോഗമുണ്ട്, എന്നാലും ബാക്ടീരിയ കൊണ്ടുള്ളതാണ് കൂടുതലായിട്ട് കാണുന്നത്. ഇത് രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുമ്പോൾ തന്നെ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥികളെ ഇത് നശിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചികിത്സിച്ച് ഭേദമാക്കിയാൽ തന്നെ പാൽ ഉൽപ്പാദനം പഴയപടിയാക്കാൻ പറ്റുന്നില്ല. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ ബുദ്ധിമുട്ടെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഒരു ക്ഷീരകർഷകനെ സംബന്ധിച്ചിടത്തോളം അകിട് രോഗം വന്നു, തീവ്രമായ അകിട് രോഗമാണ്, അയാൾ ഡോക്ടറെ അറിയിച്ചു. ഡോക്ടർ വരുന്ന സമയം കൊണ്ട് ഇദ്ദേഹത്തിന് ചെയ്യേണ്ട 1-2 കാര്യങ്ങളുണ്ട്. അതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ആ അകിടിൽ കെട്ടി നിൽക്കുന്ന പാൽ അല്ലെങ്കിൽ ദ്രാവകം കറന്ന് കളഞ്ഞുകൊണ്ടിരിക്കണം. അതിനകത്ത് ശരിക്ക് അണുക്കളുണ്ടായിരിക്കും. തൊഴുത്തിൽ തന്നെ കറന്ന് കളയാതിരിക്കാൻ ഏതെങ്കിലും ഒരു പാത്രത്തിലോ എന്തെങ്കിലും എടുത്ത് അതിനെ മാറ്റുക. പിന്നെ എത്രയും പെട്ടെന്ന് ഡോക്ടറെ വിളിച്ച് ഇഞ്ചക്ഷൻ കൊടുക്കണം. ഇഞ്ചക്ഷൻ കൊടുക്കുമ്പോഴും ചിലപ്പോൾ ഒരു ദിവസത്തെ ഇഞ്ചക്ഷൻ കൊടുത്തു കഴിയുമ്പോൾ അടുത്ത ദിവസം ആകുമ്പോൾ കുറവ് കാണുമെങ്കിലും നിർത്താൻ പാടില്ല. ഒരു കോഴ്സ് അല്ലെങ്കിൽ രോഗപ്രതിരോധത്തിനുള്ള ബുദ്ധിമുട്ട്, ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. 2-3 ദിവസം കൊടുക്കേണ്ടി വരും. അപ്പോൾ ആ ചികിത്സ പൂർത്തിയാക്കിയാലും പാല് പഴയതുപോലെ ആകുമെന്നുള്ളത് ഉറപ്പിച്ച് പറയാൻ പല സാഹചര്യങ്ങളും ഉറപ്പിക്കാൻ കഴിയുന്നില്ല. ഒരുപക്ഷെ കർഷകർക്ക് മാത്രമല്ല ഡോക്ടർമാർക്കും കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. നമ്മൾ മരുന്നിനെയും ഡോക്ടറെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ചികിത്സിക്കാൻ താമസിച്ചു കഴിഞ്ഞാൽ അകിട് കട്ടി പിടിച്ച് പാല് പച്ചവെള്ളം പോലെ ആയിക്കഴിഞ്ഞാൽ തിരിച്ച് ആക്കി കിട്ടുന്ന കാര്യം ബുദ്ധിമുട്ടാണ്. ഇത് മുൻകൂട്ടി അറിയാൻ അല്ലെങ്കിൽ ഇതിന്റെ തുടക്കത്തിൽ കർഷകർക്ക് തിരിച്ചറിയാൻ മാർഗങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. അതായത് ഞാൻ പറഞ്ഞ ഈ പ്രകടമല്ലാത്ത അകിട് രോഗമുണ്ട്, അതിപ്പോൾ ഒരുപാട് കാണുന്നുണ്ട്. പ്രകടമല്ലാത്ത അകിട് രോഗം എന്ന് പറഞ്ഞാൽ പാൽപാദനം പെട്ടെന്ന് കുറയും. ഇപ്പോൾ 20 ലിറ്റർ കറന്നുകൊണ്ടിരുന്ന ഒരു പശുവിൻ്റെ പാല് പെട്ടെന്ന് 15ആയി 10ആയി പാല് കുറയും. അപ്പോൾ കാരണം ചിലപ്പോൾ നമ്മൾ വിചാരിക്കും കുഴപ്പമൊന്നുമില്ല എന്ന് വിചാരിച്ചിട്ട് 4-5 ദിവസം കഴിയുമ്പോൾ പാല് പഴയതായി കിട്ടുമെന്ന് വിചാരിച്ചിരിക്കും. 1 പാല് കുറയുക, 2 പാലിൻ്റെ കട്ടി കുറയുക, 3 പാല് കറക്കുന്ന സമയത്ത് സാധാരണഗതി പത കെട്ടാറുണ്ട്, പത കെട്ടില്ല. സൊസൈറ്റി കൊണ്ടുപോകാനായിട്ട് പാൽ അരിക്കുന്ന സമയത്ത് അതിൽ തുരുതുരുപ്പ് കാണും. അതുകൂടാതെ അകിടിൽ ചിലപ്പോൾ നീര് വരും, എന്തെങ്കിലും പുറമേയുള്ള മരുന്നിടുമ്പോൾ അങ്ങ് മാറിപ്പോകും. അതുപോലെ തന്നെ പാലിൽ ഉപ്പ് രസം ഉണ്ടാകുക, പാല് തിളപ്പിക്കുമ്പോൾ പിരിഞ്ഞു പോവുക. ഇതെല്ലാം അകിട് രോഗത്തിൻ്റെ തുടക്ക സമയത്ത് കാണിക്കുന്ന, പ്രകടമല്ലാത്ത അകിട് രോഗത്തിൻ്റെ തുടക്ക സമയത്ത് കാണിക്കുന്ന ലക്ഷണങ്ങളാണ്. ഈ ലക്ഷണങ്ങൾ കാണിച്ചാൽ ഉടൻ ചികിത്സിക്കണമെന്ന് പറയുന്നില്ല. ഈ ലക്ഷണങ്ങൾ കാണിച്ചാൽ ക്ഷീരകർഷകന് അകിട് രോഗമാണോ എന്നുള്ള ഉറപ്പ് വരുത്താനായിട്ട് വളരെ എളുപ്പത്തിലുള്ള ഒരു രീതിയുണ്ട്. 4 കാമ്പിലെയും പാല് 4 കുപ്പിയിലെടുത്ത് മൃഗാശുപത്രിയിൽ കൊണ്ടുപോവുകയോ അല്ലെങ്കിൽ വീട്ടിൽ തന്നെ 4 അറയുള്ള ഒരു പാത്രവും അത് ടെസ്റ്റ് ചെയ്യാനുള്ള ദ്രാവകവും മൃഗാശുപത്രികളിൽ നിന്ന് കൊടുത്തിട്ടുണ്ട്. അത് ടെസ്റ്റ് ചെയ്ത് ഉറപ്പ് വരുത്തി കഴിഞ്ഞാൽ ചികിത്സയ്ക്ക് വിധേയമാക്കും. ഇതാണ് നമ്മൾ ഇത് ഒഴിവായി കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഈ ദശയിൽ ഒഴിവായി കഴിഞ്ഞു കഴിഞ്ഞാൽ, പ്രകടമല്ലാത്ത അകിട് രോഗത്തിനെ കുറച്ച് കഴിഞ്ഞാൽ പ്രകടമായ അകിട് രോഗം വരാനുള്ള സാധ്യത കുറവാണ്. അപ്പോൾ ഈ പാലിന്റെ ഉൽപാദന നഷ്ടം എന്ന് പറയുന്നതാണ് ക്ഷീരകർഷകരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ കാര്യം. അതുകൂടാതെ സാറ് പറഞ്ഞതുപോലെ ചികിത്സിച്ചാലും ചിലപ്പോൾ പഴയപടി തിരിച്ചു വരാതിരിക്കുക. അപ്പോൾ ഇതിനകത്ത് പ്രിവെൻഷൻ അല്ലെങ്കിൽ ഇതിന്റെ വരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഏറ്റവും പ്രധാനം, വളരെ പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അതുകൂടി ഒന്ന് വിശദമാക്കാം. നമുക്ക് വരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞ അണുക്കൾ കൊണ്ടാണ് ഇത് ഉണ്ടാകുന്നതെന്ന് പറഞ്ഞു. കാമ്പിന്റെ അറ്റത്തുകൂടെ അണുക്കൾ അകത്തോട്ട് കയറുന്നത് കൊണ്ടോ അല്ലെങ്കിൽ അന്തരീക്ഷത്തിൽ നിൽക്കുന്ന അണുക്കൾ കാമ്പിൻ്റെ അറ്റത്തൂടെ അകത്ത് കയറുന്നത് കൊണ്ടോ ശരീരത്തിനകത്തു നിന്ന് അണുക്കൾ വരുന്നത് കൊണ്ടാണ് ഈ രോഗം ഉണ്ടാകുന്നത്. അപ്പോൾ തൊഴുത്തും പരിസരവും വൃത്തിയായിരിക്കണം, അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാര്യം വെച്ചാൽ അകിട് പശു കിടക്കുന്ന സമയത്ത് അകിട് തറയുമായിട്ട് കോണ്ടാക്ട് വരുന്നുണ്ട്, അപ്പോൾ അണുക്കൾ അകത്ത് കയറാനുള്ള സാധ്യതയുണ്ട്. 2, കറന്ന് കഴിഞ്ഞിട്ട് കാമ്പിൽ മരുന്ന് മുക്കേണ്ടതുണ്ട്. കറന്ന് കഴിയുമ്പോൾ നമുക്ക് ഒരു കുഴപ്പമെന്ന് വെച്ചാൽ കാമ്പിൻ്റെ തുമ്പ് തുറന്നേ ഇരിക്കുകയുള്ളൂ. ഈ തുറന്നിരിക്കുന്ന സമയത്ത് അണുക്കൾ, അന്തരീക്ഷം നിൽക്കുന്ന അണുക്കൾ കാമ്പിൻ്റെ അകത്തൂടെ അകത്ത് കയറാൻ സാധ്യത, തുമ്പിൽ കൂടെ അകത്ത് കയറാൻ സാധ്യതയുണ്ട്. അപ്പോൾ കറന്ന് തീർന്നതിന് ശേഷം അകിട് ഒന്നുകൂടെ കഴിയതിന് ശേഷം 4 കാമ്പിലും മരുന്ന് മുക്കണം. മരുന്ന് മുക്കിക്കഴിഞ്ഞാൽ ഈ അണുക്കൾ അകത്തോട്ട് കയറുന്നത് നമുക്ക് ഒഴിവാക്കാം. മൃഗാശുപത്രികളിൽ നിന്ന് സൗജന്യമായിട്ട് കൊടുക്കുന്നുണ്ട്. 20 രൂപയുടെ കിറ്റുണ്ട്, അതിലിത് കിട്ടുന്നുണ്ട്. അല്ലെങ്കിൽ ബീറ്റാഡിൻ പോലുള്ള സൊല്യൂഷൻസ് മേടിച്ച് അതിനെ നേർപ്പിച്ച് കുപ്പിയിലാക്കി വെച്ചിരുന്ന് കറന്നതിന് ശേഷം 4 കാമ്പിലും മുക്കി കൊടുക്കുക. നമുക്കൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, ചോദ്യം വന്നിട്ടുണ്ട്. കൃഷിദർശനിലേക്ക് സ്വാഗതം. പേര് പറയൂ. ചോദ്യം ചോദിച്ചോളൂ. കുറച്ചുകൂടി ഉറച്ച് പറയോ? ചോദ്യം ചോദിച്ചോളൂ, സാറിനോട് ചോദ്യം ചോദിക്കൂ.
കേൾക്കുന്നില്ല. അകിട് വീക്കത്തെ കുറിച്ചുള്ള ചോദ്യമാണെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ അതേ കാര്യമാണ് ഇവിടെ സാർ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശ്രദ്ധിച്ചു കേൾക്കൂ. അകിട് വീക്കം വരാതിരിക്കാനുള്ള മുൻകരുതലുകൾ ഒന്ന് നമ്മൾ പറഞ്ഞതെന്ന് വെച്ചാൽ തൊഴുത്തും പരിസരവും വൃത്തിയായിരിക്കണം. രണ്ടാമത്തെ കാര്യം, കറന്നു കഴിഞ്ഞതിന് ശേഷം കാമ്പിൽ മരുന്ന് മുക്കണം. പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ കറക്കുന്ന ആളുകൾ വഴി ഈ അസുഖം വരാൻ സാധ്യതയുണ്ട്. കറക്കുന്ന ആളുകൾ കൈ വൃത്തിയാക്കാതെ വേറൊരു പശുവിനെ കറക്കുകയാണെങ്കിൽ അകിട് രോഗം പകരാനുള്ള സാധ്യത. ഇപ്പം അടുത്ത കാലത്തായിട്ട് മിൽക്കിംഗ് മെഷീൻസ് ധാരാളമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പം അതിലും അല്ലെ മിൽക്കിംഗ് മെഷീനും കൃത്യമായിട്ട് വൃത്തിയാക്കിയില്ല എന്നുണ്ടെങ്കിൽ അകിട് രോഗം ബാധിച്ച പശുക്കളെ മിൽക്കിംഗ് മെഷീൻ വെച്ച് കറക്കാതിരിക്കുകയാണ് നല്ലത്. ആ കാമ്പ് ഒഴിവാക്കിയതിനു ശേഷം കറക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ എല്ലാ പാലുമായിട്ട് ചേർന്നിട്ട് പാലിലും ബുദ്ധിമുട്ട് വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഷെഡിന്റെ പരിചരണവും അല്ലെങ്കിൽ റിപ്പയറും ഇല്ലേ? അതായത് ശരിക്കുള്ള വായുസഞ്ചാരമില്ലാത്ത തൊഴുത്തുകളിലാണെങ്കിൽ അണുക്കൾ നിറഞ്ഞു നിൽക്കുന്നുണ്ടായിരിക്കും. പിന്നെ പശുവിനെ ആഴ്ചക്കൊരിക്കെങ്കിലും വെളിയിൽ അഴിച്ചു കെട്ടി തൊഴുത്ത് വൃത്തിയാക്കണം. തൊഴുത്ത് ബ്ലീച്ചിങ് പൗഡർ വെള്ളത്തിൽ കലക്കി ഒഴുകി വൃത്തിയാക്കണം. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അകിട് രോഗം ഒരു പരിധി വരെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. പിന്നെ ഗർഭിണി പശുക്കൾക്ക് ഇപ്പോൾ അകിട് രോഗം വരുന്നുണ്ട്. ഗർഭിണിയായി നിൽക്കുന്ന സമയത്ത് പ്രസവത്തിന് മുമ്പ് നമ്മൾ കറവ് വറ്റിക്കും. കറവ് വറ്റിച്ചു കഴിഞ്ഞതിന് ശേഷം ശ്രദ്ധിക്കാറില്ല. പിന്നെ പ്രസവിച്ചതിന് ശേഷം ആയിരിക്കും കറക്കുന്നത്. അതിനകത്ത് പാല് കെട്ടി നിന്ന് അണുക്കൾ വളർന്ന് അകിട് രോഗം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കും. അതിനു വേണ്ടിയിട്ട് ഗർഭിണി പശുക്കൾക്ക് കാമ്പിൽ മരുന്നടച്ച് നിർത്താൻ പറ്റും. ഡ്രൈ കൗ തെറാപ്പി എന്ന് പറയും. വറ്റുകാല ചികിത്സയായിട്ട് മരുന്നടച്ച് നിർത്താം. സംശയമുള്ളതിന് പിഴിഞ്ഞ് ചെക്ക് ചെയ്യുകയും ചെയ്യണം. അതുപോലെ തന്നെ മരുന്നടച്ച് നിർത്തുകയും ചെയ്യണം. അപ്പം കറവയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ തൊഴുത്തും പരിസരവും ഒക്കെ സൂക്ഷിച്ച് വൃത്തിയായി സൂക്ഷിക്കേണ്ടതിന്റെ ഒക്കെ ഒരു പ്രാധാന്യമാണ് ഇവിടെ മുൻകരുതലായിട്ട് ഏറ്റവും കൂടുതൽ എടുക്കേണ്ടത്. അപ്പം നമുക്ക് ഒരു പക്ഷേ പശു വളർത്തല്ലേ അല്ലെ കന്നുകാലി വളർത്തല്ലേ ഏറ്റവും വിലയേറിയ അല്ലെങ്കിൽ ചെലവേറിയ ഐറ്റം എന്ന് പറയുന്നത് തീറ്റയാണ്. എന്നാൽ ആ തീറ്റ സന്തുലിതമാകണം. അതിന്റെ ശാസ്ത്രീയമായില്ല എന്നുണ്ടെങ്കിൽ പശുക്കളിലേക്ക് ഒരുപാട് രോഗങ്ങൾ വരുന്നതും നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട തീറ്റയുടെ അല്ലെങ്കിൽ അത് ശാസ്ത്രീയമാകാതിരിക്കുമ്പോൾ അല്ലെങ്കിൽ അത് ശരിയാകാതിരിക്കുമ്പോൾ കാണുന്ന പ്രധാന രോഗങ്ങളെക്കുറിച്ച് ഒരുപക്ഷെ കർഷകർ അത് ഇതുകൊണ്ടാണ് എന്ന് വ്യക്തമായി തിരിച്ചറിയുന്നുണ്ടാവില്ല. അതിനെക്കുറിച്ചൊന്ന് വിശദമാക്കാം. പ്രധാനമായിട്ട് പറയുകയാണെങ്കിൽ പ്രത്യേകിച്ച് ഇപ്പോൾ വേനൽക്കാലം വരാൻ പോവുകയാണ്. ഇപ്പോൾ മഞ്ഞുകാലം കഴിഞ്ഞിപ്പോൾ വേനൽക്കാലം വരികയാണ്. നമ്മുടെ കേരളത്തിലെ കന്നുകാലികളുടെ പ്രധാനമായിട്ട് കാണുന്ന 2 അസുഖങ്ങളാണ്. ഒന്ന് ക്ഷീരസന്നിയും അതുപോലെ തന്നെ കീറ്റോസിസ് രോഗം. ഈ ക്ഷീരസന്നി എന്ന് പറഞ്ഞാൽ കാൽഷ്യത്തിൻ്റെ കുറവ് കൊണ്ടുണ്ടാകുന്ന അസുഖമാണ്. രക്തത്തിലെ കാൽഷ്യത്തിൻ്റെ ഉൽപ്പാദനശേഷി കൂടിയ പശുക്കളിൽ രക്തത്തിൽ കാൽഷ്യത്തിൻ്റെ അളവ് കുറയുന്നത് കൊണ്ടുണ്ടാകുന്ന അസുഖമാണ് ക്ഷീരസന്നി എന്ന് പറയുന്നത്. ഇത് സാധാരണഗതിയിൽ 3 ഘട്ടങ്ങളിലാണ് കാണുന്നത്. ചിലപ്പോൾ ഗർഭിണിയായിരിക്കുമ്പോൾ ദിവസങ്ങൾക്ക് മുമ്പ് ഇതുണ്ടാകാം. പ്രസവിച്ച് 48 മണിക്കൂറിന് ശേഷം ഉണ്ടാകുന്ന അകിട് രോഗമാണ് ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നത്. അല്ലെങ്കിൽ പ്രസവിച്ച ആദ്യത്തെ 10 ദിവസം ക്ഷീരസന്നി ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ കറവ് തുടങ്ങി ഒരു 6-8 ആഴ്ച കഴിഞ്ഞ് വരുന്ന ക്ഷീരസന്നിയുമുണ്ട്. അപ്പോൾ ഇതിൽ ഈ 3 ഘട്ടങ്ങളിൽ ആണ് ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത്. ഇതിൻ്റെ ലക്ഷണങ്ങൾ കണ്ട് വളരെ എളുപ്പമാണ് കണ്ടുപിടിക്കാനായിട്ട്. അതും 3 ഘട്ടങ്ങളിലായിട്ട് കാണുന്നത്. ആദ്യത്തെ ഘട്ടത്തിൽ ക്ഷീരസന്നി കാണുകയാണെങ്കിൽ പശുവിന് നിൽക്കാനും നടക്കാനുമുള്ള ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അതിൻ്റെ കാലിലും കയ്യിലുമുള്ള മസിലുകൾ വിറയ്ക്കുന്നുണ്ടായിരിക്കും. വായിൽ നിന്ന് ഉമിനീരൊലിക്കുന്നുണ്ടായിരിക്കും. നാക്ക് പുറത്തേക്ക് തള്ളുന്നുണ്ടായിരിക്കും. പുറം കാലും മടക്കി കിടക്കാൻ ബുദ്ധിമുട്ട് കൊണ്ട് മറിഞ്ഞു വീഴുന്നുണ്ടായിരിക്കും. ഈ രണ്ടാമത്തെ ഘട്ടത്തിലായി കഴിയുമ്പോൾ നെഞ്ച് തറയോട് ചേർത്ത് കഴുത്ത് മടക്കി കിടക്കുന്നത് കാണാൻ പറ്റും. ഇത് കണ്ടു കഴിഞ്ഞാൽ തന്നെ ക്ഷീരകർഷകർക്ക് മനസ്സിലാകും ഇത് ക്ഷീരസന്നിയുടെ തുടക്കമാണെന്നുള്ളത്, കാൽഷ്യത്തിൻ്റെ കുറവാണെന്നുള്ള കാര്യം മനസ്സിലാക്കും. ഈ ഘട്ടത്തിൽ നമ്മൾ ചികിത്സ ഇരുന്ന് കഴിഞ്ഞാൽ പശു വശം ചരിഞ്ഞു കിടക്കും. വശം ചരിഞ്ഞു കിടന്ന് അബോധാവസ്ഥയിലായി കൈയും കാലും നീട്ടിക്കിടക്കുന്നു. നമുക്കൊരു ചോദ്യം കൂടി വന്നിട്ടുണ്ട്. എടുത്തതിന് ശേഷം നമുക്ക് ചർച്ചയിലേക്ക് തിരിച്ചു വരാം. കൃഷിദർശനിലേക്ക് സ്വാഗതം. ഹലോ. ഹലോ, പേര് പറയൂ. എന്റെ പേര് ബേബി. ഓക്കെ, എവിടുന്ന് വിളിക്കുന്നു? പൂത്രക്കാന്ന് പറയും. ചോദ്യം ചോദിച്ചോളൂ. അതെ, മറ്റേ അകിട് വീക്കമുള്ള പശുവിന്റെ പാല് കഴിക്കുന്നതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ദോഷമുണ്ടോ? പറയാം. അതായത് നമ്മള് അകിട് രോഗം ബാധിച്ച പശുവിന്റെ പാല് നമ്മൾ കഴിക്കാറില്ല. അകിട് രോഗം ബാധിച്ച പശുവിന്റെ പാല് നമ്മൾ തിളപ്പിക്കുമ്പോൾ തന്നെ അത് പിരിഞ്ഞു പോകും. അതുകൊണ്ട് ഒരിക്കലും നമുക്ക് ഉപയോഗിക്കേണ്ടി വരില്ല. പിന്നെ ഈ പ്രകടമല്ലാത്ത അകിട് രോഗം എന്ന് പറയുമ്പോൾ നമ്മൾ പാല് തിളപ്പിച്ചതിന് ശേഷം മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ. തിളപ്പിച്ചതിന് ശേഷം ഉപയോഗിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടുമില്ല. പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ അകിട് രോഗം കാണുന്ന സമയത്ത് നമ്മൾ ആന്റിബയോട്ടിക് ഇഞ്ചക്ഷൻ കൊടുക്കുന്നുണ്ട്.
ഈ ആൻറ്റിബയോട്ടിക് ഇഞ്ചക്ഷൻ കൊടുക്കുന്ന സമയത്ത് പാൽ ഉപയോഗിക്കാൻ പാടില്ല. ആൻറ്റിബയോട്ടിക്കിൻ്റെ അംശം പാലിലുണ്ടെങ്കിൽ ഒരു ആൻറ്റിബയോട്ടിക് ഇഞ്ചക്ഷൻ കൊടുത്താൽ ഏതാണ്ട് 72 മണിക്കൂർ വരെ ആൻറ്റിബയോട്ടിക്കിൻ്റെ അംശം പാലിലുണ്ടാകും. അത് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും. അതുകൊണ്ട് അകിട് ചികിത്സ കൊടുക്കുന്ന സമയത്ത് ആ പാൽ ഉപയോഗിക്കാതിരിക്കുകയാണ് നല്ലത്. അല്ലാതെ പാല് തിളപ്പിച്ച് ഉപയോഗിക്കുന്നത് കൊണ്ട് ഒരു തരത്തിലും അകിട് രോഗം കൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകില്ല. അകിട് രോഗം എന്നല്ല, മിക്കവാറും എല്ലാ രോഗാണുക്കളും തന്നെ അത് തിളപ്പിക്കുമ്പോൾ തിളപ്പിച്ചതിന് ശേഷം മാത്രമേ ഉപയോഗിക്കാം. സംശയം തീർന്നുവെന്ന് വിചാരിക്കുന്നു. വിളിച്ചതിന് നന്ദി. നമുക്ക് ആ ചർച്ചയിലേക്ക് തിരിച്ചു വരാം. നമ്മൾ ക്ഷീരസന്നിയെ പറ്റി പറയുകയായിരുന്നു. അതായത് ക്ഷീരസന്നി 3 ഘട്ടങ്ങളിലായിട്ടാണ് കാണുന്നതെന്ന് പറഞ്ഞു. ആദ്യത്തെ ഘട്ടത്തിൽ പശു നിൽക്കുന്നുണ്ടാവും, രണ്ടാമത്തെ ഘട്ടത്തിൽ നെഞ്ച് തറയോട് ചേർത്ത് കിടക്കുന്നുണ്ടായിരിക്കും, മൂന്നാമത്തെ ഘട്ടത്തിൽ അബോധാവസ്ഥയിലായി ചരിഞ്ഞു കിടക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് കാൽഷ്യം സ്ഥിരീയമായി കൊടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ചികിത്സാ രീതി എന്ന് പറയുന്നത്. പക്ഷെ പലപ്പോഴും ക്ഷീരകർഷകർ അങ്ങനെ ചെയ്യാതിരിക്കുകയാണ് നല്ലത്. ഒരു വെറ്റനറി ഡോക്ടറുടെ സഹായത്തോട് മാത്രമേ ചെയ്യാവൂ. കാൽഷ്യം അധികമായി ചെന്നാലും അത് മരണകാരണമാകാൻ സാധ്യത. അതുമാത്രമല്ല, ഇപ്പോൾ ക്ഷീരസന്നി കാണുന്ന പല പശുക്കളിലും അതിൻ്റെ കൂടത്തൂടെ മറ്റ് അസുഖങ്ങളും കൂടത്ത് കാണുന്നുണ്ട്. ഇപ്പോൾ കീറ്റോസിസ് ഉണ്ടാകാം, അല്ലെങ്കിൽ മഗ്നീഷ്യത്തിൻ്റെ കുറവുണ്ടാകാം, ഫോസ്ഫറസിൻ്റെ കുറവുണ്ടാകാം. അങ്ങനെയുള്ള മറ്റ് പ്രയാസങ്ങളും കൂടെ ചേർന്ന് വരുന്നത് കൊണ്ട് ഒരു വെറ്റനറി ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം ചെയ്യുക. ക്ഷീരസന്നി നമുക്കൊരു പക്ഷേ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കർഷകർക്ക് ഇത് ഗർഭിണിയായിരിക്കുമ്പോഴോ വല്ലോ എന്തെങ്കിലും മുൻകരുതലുകൾ എടുക്കാൻ കഴിയുന്നുണ്ട്? മുൻകരുതലുകൾ എന്ന് പറഞ്ഞാൽ അത് ഒരു പശു പ്രസവിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാ പശുക്കളിലും അതിൻ്റെ രക്തത്തിലെ കാൽഷ്യത്തിൻ്റെ ലെവൽ താണു വരുമ്പോൾ ശരീരത്തിൻ്റെ ചില ഹോർമോണുകളുടെയും വിറ്റാമിനുകളുടെയും പ്രവർത്തനത്താൽ എല്ലിൽ ശേഖരിച്ചിരിക്കുന്ന കാൽഷ്യം ഇളക്കി വിടുകയോ അല്ലെങ്കിൽ കുടലിൽ നിന്ന് കൂടുതലായിട്ട് ആഗിരണം ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ഏതെങ്കിലും കാരണവശാൽ ഇത് പരാജയപ്പെടുകയാണെങ്കിൽ ഇത് ഹൈപ്പോകാൽഷ്യമയിലേക്ക് വരും, വീണു പോകുന്നുള്ള സ്ഥിതിയിലേക്ക് വരും. അപ്പോൾ ഒരു പ്രത്യേക പ്രതിവിധിയായിട്ട് പറയാനില്ല. 1-2 കാര്യങ്ങൾ പറയാമെന്ന് വെച്ചാൽ, ഗർഭിണിയായിരിക്കുമ്പോൾ കാൽഷ്യം അധികം കൊടുക്കാതിരിക്കുക. ഗർഭിണിയായിരിക്കും കാൽഷ്യം, ഫോസ്ഫറസ് കൂടിയതും കാൽഷ്യം കുറഞ്ഞതുമായിട്ടുള്ള ആഹാരങ്ങൾ കൊടുക്കുക. അത് പ്രസവത്തിന് ശേഷം മുമ്പ് ഇത് വരാനുള്ള സാധ്യതയുള്ള പശുക്കളിലാണെങ്കിൽ വൈറ്റമിൻ D3 ഇഞ്ചക്ഷൻ കൊടുക്കുന്നത് നല്ലതായിരിക്കും. പ്രസവത്തിന് മുമ്പും കൊടുക്കാം, പ്രസവത്തിന് ശേഷവും കൊടുക്കാം. അതെല്ലാം ഒരു വെറ്റനറി ഡോക്ടറുടെ സഹായത്തോടു കൂടി മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ ഏതാണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ധാരാളം കാര്യങ്ങൾ രോഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഏതാണ്ട് പ്രധാനപ്പെട്ട 1-2 രോഗങ്ങളെക്കുറിച്ച് മാത്രമേ ചർച്ച ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പം കൂടുതൽ സംശയങ്ങൾ ഉള്ള പ്രേക്ഷകരുണ്ടാവും, കർഷക സുഹൃത്തുക്കളുണ്ടാവും. അവർക്ക് വേണ്ടിയിട്ട് സാറിൻ്റെ അഡ്രസ്സ് പറഞ്ഞു കൊടുക്കുകയാണ്. നമുക്ക് അതിഥിയുടെ മേൽവിലാസം ഡോക്ടർ R. വിജയൻ, TC 66/601, സൗമ്യത, വണ്ടിത്തടം, വെള്ളായണി, തിരുവനന്തപുരം 695522. സാറിൻ്റെ ഫോൺ നമ്പർ 9847100875. കന്നുകാലി വളർത്തലിലെ ഏറ്റവും സാമ്പത്തിക നഷ്ടമുണ്ടാക്കുന്ന, കർഷകർക്ക് ഏറ്റവും അധികം മനപ്രയാസം ഉണ്ടാക്കുന്ന ഒരു കാര്യം കന്നുകാലി രോഗങ്ങൾ തന്നെയാണ്. ഒരുപക്ഷെ കന്നുകാലി വളർത്തൽ രംഗത്തേക്ക് വരുന്ന കർഷകർ ഇതിനെക്കുറിച്ച് ശാസ്ത്രീയമായ പല കാര്യങ്ങളും മനസ്സിലാക്കുക, അതിന് മുൻകരുതൽ എടുക്കാവുന്ന കാര്യങ്ങളെ മുൻകരുതൽ എടുത്ത് തന്നെ വളർത്തുകയാണെങ്കിൽ പല രോഗങ്ങളെയും നമുക്ക് ഒഴിവാക്കാൻ കഴിയും. പല രോഗങ്ങൾക്കെതിരെയും പ്രതിരോധ കുത്തിവയ്പ്പുകൾ നിലവിലുണ്ട്. ശാസ്ത്രീയ തീറ്റക്രമം, അതുപോലെ തന്നെ അതിൻ്റെ പാർപ്പിട സൗകര്യം, ഇതിലൊക്കെ ശ്രദ്ധിക്കുന്നതിലൂടെ രോഗങ്ങളെ ഒരു പരിധിവരെ അകറ്റി നിർത്താൻ കഴിയുമെന്നതിൽ സംശയമില്ല. തീർച്ചയായിട്ടും കന്നുകാലി വളർത്തൽ രംഗത്ത് നിൽക്കുന്നവർക്ക് കൂടുതൽ നല്ല രീതിയിൽ വളർത്താൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. കൃഷിദർശൻ്റെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. ഈ പ്രോഗ്രാം വീക്ഷിച്ച എല്ലാവർക്കും നന്ദി, നമസ്കാരം.
यूरिया का स्वदेशी उत्पादन 70 लाख टन बढ़ाने के लिए 6 उर्वरक संयंत्रों का उद्धार किया जा रहा है। FCIL के गोरखपुर, सिंदरी, तलचर और रामागुंडम संयंत्र, HFCL की बरौनी इकाई और BVFCL की नामरू फोर्थ। सोने पर सुहागा ये है कि देश में अब बनेगा सिर्फ नीम लेपित यूरिया, क्योंकि इससे होगा किसानों का फायदा ही फायदा। अनाज का उत्पादन 10% तक बढ़ेगा। बढ़ेगी 10 से 15% नाइट्रोजन क्षमता। നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. റംബുട്ടാൻ കൃഷിയിൽ സർട്ടിഫിക്കറ്റ് കോഴ്സ്, കർഷക സഹായത്തിന് ബയോ കൺട്രോൾ ലാബ്. ബംഗളൂരു ICIR-ന്റെ പത്തനംതിട്ട ജില്ലാ കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ വെച്ച് റംബുട്ടാൻ കൃഷിയിൽ സർട്ടിഫിക്കറ്റ് കോഴ്സ് നടത്തുന്നു. റംബുട്ടാൻ പഴവർഗ്ഗങ്ങളുടെ കൃഷി സാധ്യതകൾ, പഴവർഗ്ഗ കൃഷിയിൽ മണ്ണിന്റെ പരിപാലനം, മരങ്ങളുടെ കൊമ്പുകോതൽ, കീടരോഗ നിയന്ത്രണം, പഴങ്ങളുടെ വിളവെടുപ്പിന് ശേഷമുള്ള പരിപാലന മുറകൾ, പഴങ്ങളുടെ വിപണനം മുതലായ വിഷയങ്ങളിൽ 5 ദിവസം നീണ്ടുനിൽക്കുന്നതാണ് പരിശീലനം. താമസം, ഭക്ഷണം, പഠനയാത്ര എന്നിവ ഉൾപ്പെടെ 2500 രൂപയാണ് ഫീസ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 0469 266 2094, മൊബൈൽ നമ്പർ 9447 561397. കാർഷിക വിളകളെ ബാധിക്കുന്ന കീടരോഗങ്ങളുടെ ഫലപ്രദമായ ജൈവ നിയന്ത്രണത്തിനുള്ള ഉപാധികളുമായി സംസ്ഥാന ബയോ കൺട്രോൾ ലാബ് രംഗത്തെത്തി. മിത്ര ബാക്ടീരിയയായ സ്യൂഡോമോണസ്, മിത്ര കുമിളുകളായ ട്രൈക്കോഡർമ, ബിവേറിയ, വെർട്ടിസിലിയം എന്നിവയാണ് വിപണനത്തിന് എത്തിച്ചിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന വിലാസം കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ, സംസ്ഥാന ബയോ കൺട്രോൾ ലാബ്, മണ്ണുത്തി, തൃശൂർ. മൃഗസംരക്ഷണ വകുപ്പ് റാന്നി റീജിയണൽ AI സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ ക്ഷീരമേഖലയിൽ സംരംഭങ്ങൾ തുടങ്ങുവാൻ താൽപര്യമുള്ളവർക്കായി ഒരു ഏകദിന ശില്പശാല ഈ മാസം 18-ാം തീയതി റാന്നി സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തുന്നതാണ്. താൽപര്യമുള്ള ക്ഷീര കർഷകർ ഈ മാസം 14-ാം തീയതിക്ക് മുൻപ് പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 04735 224550. കുടപ്പനക്കുന്ന് മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിൽ വെച്ച് ഈ മാസം 13, 14 തീയതികളിൽ വീട്ടുവളപ്പിലെ കോഴി വളർത്തലിലും 23-ാം തീയതി കാട വളർത്തലിലും 28, 29 തീയതികളിൽ പോത്തുകുട്ടി പരിപാലനത്തിനും കർഷകർക്ക് പരിശീലനം നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന വിലാസം പ്രിൻസിപ്പൽ ട്രെയിനിംഗ് ഓഫീസർ, മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രം, കുടപ്പനക്കുന്ന് PO, തിരുവനന്തപുരം 695043. ഫോൺ നമ്പർ 0471 273 2918. ഇമെയിൽ വിലാസം lmtck.kunnu@yahoo.co.in. കമ്പോൾ അവലോകനം. റബ്ബറിന്റെ വില തകർച്ച കർഷകരെയും സ്റ്റോക്കിസ്റ്റുകളെയും സമ്മർദ്ദത്തിലാക്കി. വിദേശ മാർക്കറ്റുകളിലെ വിലയിടിവ് മൂലം 7 വർഷത്തിനിടയിൽ ആദ്യമായി 4 ഗ്രേഡ് റബ്ബർ 10,000 രൂപയിൽ താഴ്ന്ന ഇടപാടുകൾ നടന്നു. ഗ്രാമീണ മേഖലകളിൽ കിലോ 99 രൂപയ്ക്ക് പോലും ചരക്ക് ശേഖരിക്കാൻ വ്യാപാരികൾ തയ്യാറായില്ല. അന്തർസംസ്ഥാന വ്യാപാരികൾ കുരുമുളക് ശേഖരിച്ചു. പുതിയ ചരക്ക് വരവ് ചുരുങ്ങിയതോടെ ഗാർബിൾഡ് കുരുമുളക് 663 രൂപയായി കയറി. വിദേശത്തു നിന്ന് ഉൽപ്പന്നത്തിന് ആവശ്യക്കാരില്ല. തമിഴ്നാട്ടിലും മഞ്ഞളുടെ ലഭ്യത കനത്തു. മാസാവസാനത്തോടെ പുതിയ മഞ്ഞൾ വരവ് കൂടുതൽ ശക്തിയാകും. ചുക്ക് ജാതിക്ക വിലകളിൽ മാറ്റമില്ല. അതേസമയം പാൽ മസാല വ്യവസായികളിൽ നിന്നുള്ള ഡിമാൻഡ് അടക്ക വില ഉയർത്തി. പുതിയ ഏലക്ക ശേഖരിക്കാൻ കയറ്റുമതിക്കാരും ഉത്തരേന്ത്യൻ വ്യാപാരികളും ഉത്സാഹിച്ചു. നാളികേര വിളവെടുപ്പ് പുരോഗമിച്ചതോടെ വെളിച്ചെണ്ണ കൊപ്പ വിലകൾ താഴ്ന്നു. ഉൽപാദന മേഖലകളിൽ പച്ചത്തേങ്ങയുടെ ലഭ്യത ഉയർന്നു. കാലാവസ്ഥ. കണ്ണൂർ കൂടിയ താപനില 35.3 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 23.4 ഡിഗ്രി സെൽഷ്യസ്. കോഴിക്കോട് 35.3, 23.4. കൊച്ചി 32.4, 24.4. ആലപ്പുഴ 31, 22.7. പുനലൂർ 34.4, 20.3. തിരുവനന്തപുരം 33.1, 23.7 ഡിഗ്രി സെൽഷ്യസ്. ഇതോടെ ഇന്നത്തെ കാർഷിക വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.
പുതിയ ടെക്നിക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. ഞാനും എന്റെ പാടം ഒരുക്കാനും വിത്തിറക്കാനും ഉഴാനും മണ്ണിളക്കാനും മറ്റും ചെറിയ മെഷീനുകൾ ആവശ്യാനുസരണം വാങ്ങി. ഞാൻ എന്റെ പാടത്തെ മെഷീൻ പ്രയോഗിച്ചപ്പോൾ ജോലി പെട്ടെന്നായി, എളുപ്പവുമായി. കൃഷിക്ക് മെഷീൻ ഉപയോഗിച്ചപ്പോ എനിക്ക് നല്ല വിളവ് കിട്ടി, കൂടുതൽ ലാഭവും. ചെറിയ മെഷീൻ ഞങ്ങളുടെ സ്വന്തമാണ്, പക്ഷെ വലിയ മെഷീൻ ഞങ്ങൾ സംഘം ചേർന്ന് വാങ്ങി. കർഷക സഹോദരരെ, നിങ്ങളും ഉന്നത മെഷീനും ഉപകരണങ്ങളും വാങ്ങുന്നതിന് ധനസഹായം പ്രയോജനപ്പെടുത്തൂ, വരുമാനം ഉയർത്തൂ, സമൃദ്ധി കൈവരിക്കൂ. ശരിയായി. ഞാൻ ആലോചിച്ചു മോനെ, നിന്നെ ഞാൻ കൃഷി എഞ്ചിനീയർ തന്നെ ആക്കും. പുതിയ മെഷീനും പുതിയ ഉപകരണവും എത്തട്ടെ നിങ്ങളുടെ സമക്ഷം. അതിലൂടെ നേടൂ ഇനി സമൃദ്ധി, അളവറ്റ സന്തോഷം.